ഹായ് ദേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ചെന്ന് പറഞ്ഞപ്പോ പലരുടെ സംശയമായിരുന്നു ചൂണ്ടയിട്ട് പിടിച്ച മീനിന്റെ വയറെങ്ങനെയാ കീറിയിരിക്കുന്നത്, വയറ് കീറിയ മീനാണോ ആറ്റിന്ന് കിട്ടിയേ, ആ അങ്ങനെ പല പല സംശയങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ആക്ച്വലി ഇത് ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ചതല്ല, വിനീഷേന്റെ ഒരു ഫ്രണ്ടിന് ചൂണ്ടയിട്ട് പിടിച്ച മീനാണേ. അപ്പൊ പുള്ളിക്ക് ഒത്തിരി മീൻ കിട്ടിയപ്പോ ഞങ്ങൾക്ക് കുറച്ച് തന്നതാണ് കേട്ടോ. അപ്പൊ പുള്ളി അതിച്ച് ദൂരെ പോയാണ് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്കും മീൻ ചീത്തയാവാതിരിക്കാൻ അവിടെ നിന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് ആണ് കൊണ്ടുവന്നത്. ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ വയറ് തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതേ ഉള്ളൂ, ബാക്കി ക്ലീനിങ് ഒക്കെ നമ്മളാ ചെയ്തത് കേട്ടോ. അപ്പതേ അതിലൊരു മീന് ഞങ്ങൾ ഇന്ന് എന്നെ മോളെ വെച്ചിട്ടാ റോസ്റ്റ് ചെയ്യാന്നാണോ ഇത് പറയണേ, ഫ്രൈ ചെയ്യാന്നോ റോസ്റ്റ് ചെയ്യാന്നോ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നേ. ബിനീഷേട്ടൻ ഒരു ഗംഭീര കുക്കാണേ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾക്കൊക്കെ. ഇതിനകത്ത് ദേ നമ്മുടെ കാശ്മീരി മുളക്, മഞ്ഞപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ അരച്ച പേസ്റ്റ്, പിന്നെ കുരുമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പുണ്ട്, ഒലിവ് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ കൂടി പിഴിയാം അല്ലേ, ഒരു നാരങ്ങ. അക്കുമോള് ദേ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വഴക്കിട്ട് എന്റെ കൈ കയറി ഇരിക്കുവാണ്. നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ചൂണ്ടയിട്ട് പിടിച്ച മീനായതുകൊണ്ടല്ലോ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഞങ്ങളിത് ഫ്രീസറിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു, അതിൻ്റെ ഫ്രഷ്നെസ് പോയെന്ന് പറയാം, എന്നാലും നമുക്കൊരു വിശ്വാസം നല്ല മീനാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പേസ്റ്റ്. ഞാൻ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. മീനൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് അങ്ങോട്ട് വെച്ചിരിക്കുക ഉണ്ടോ. വിടവിലോട്ടൊക്കെ അങ്ങ് തേച്ച് വെച്ചു വരഞ്ഞ് വരഞ്ഞ് വെച്ചാൽ ഉപ്പ് പാകത്തിനാണെന്ന് നോക്കിയായിരുന്നു. ആ കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അതങ്ങോട്ട് നല്ലതായിട്ട് നമ്മളോട് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിന്റെ ഉള്ളിക്കൂടെയൊക്കെ തേച്ചോ വരഞ്ഞതിന്റെ മസാലയൊക്കെ നന്നായിട്ട് അടങ്ങട്ടെ. അതിന്റെ അകത്തേക്കൂടെ തേച്ചു കാരണം ഇതങ്ങ്